കേരളത്തിലെ അമ്മമാർ ഏറ്റുപാടിയ ഒരു താരാട്ടുണ്ടായിരുന്നു. മലയാളികൾ മറക്കാത്ത ഒരു താരാട്ട്. എണ്ണ തേച്ച് കുളിപ്പിക്കാൻ അതുപോലെ ഒരു ബാലഗോപാലൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒട്ടുമിക്ക അമ്മമാരും ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവാം. മറ്റാരുമായിരുന്നില്ല, അവനായിരുന്നു അപ്പൂസ്, പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ ചിത്രത്തിലെ നായകനായ മമ്മൂട്ടിയേക്കാളും നായികയായ ശോഭനയെക്കാളും ഏറെ തിളങ്ങി നിന്നത് എന്റെ അഭിപ്രായത്തിൽ അപ്പൂസ് തന്നെയാണ്. ഈ അപ്പൂസ് അഥവാ ബാദുഷ ഇന്ന് എവിടെയാണ്? ഇതാണ് ബാദുഷ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ സ്വന്തം അപ്പൂസ്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ക്യാമറയുടെ മുമ്പിൽ ബാദുഷ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നീണ്ട കാലയളവിൽ എന്തൊക്കെ സംഭവിച്ചു, അന്നത്തെ പോലെ വല്ല കുസൃതികളൊക്കെ ഒപ്പിച്ചു പോരുകയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ചോദിച്ചാലോ, എവിടെയായിരുന്നു ഈ 18 വർഷം? 18 വർഷമായല്ലേ? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അപ്പൂസ് എന്നും ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പോരാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ അപ്പൂസ് എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഒരു നീണ്ട ഗ്യാപ്പ് തോന്നിയിട്ടില്ല. അപ്പൂസ് എന്നും ആളുകളുടെ മനസ്സിലുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ 18 വർഷം ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ MBA കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാദറെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഫാദറിന് ബിസിനസ്സാണ്, ഫാദറിന് മെഡിക്കൽ ഷോപ്പുണ്ട്. ഫാദറിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാദുഷ എങ്ങനെ മമ്മൂക്കയുടെ സ്വന്തം അപ്പൂസായി മാറി? ആ കഥയൊന്നും നമുക്ക് കേൾക്കാം. ഞാൻ അപ്പൂസായ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ ലെവലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പഠിച്ചിരുന്നത് 7th ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു, കലൂര്, എറണാകുളത്ത്. അവിടെ ഡയറക്ടർ അശോകൻ ദാഹയുടെ മകൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മകൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്മൈലിംഗ് കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്തായിരുന്നു സ്കൂളിൽ. ഈ സ്മൈലിംഗ് കോൺടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ അത് അശോകൻ ദാഹ കണ്ടു, പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലിം, ഒരു സാന്ദ്രം എന്ന് പറഞ്ഞ ഫിലിമിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. അത് ഇന്നസെന്റ് സാറും സുരേഷ് ഗോപി ഞങ്ങളും കൂടി അഭിനയിച്ചൊരു ഫിലിമായിരുന്നു. ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു, പാർവതി ചേച്ചി, സായികുമാർ, ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ആ ഫിലിം കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഫിലിം വന്നു, വ്യൂഹം എന്നും പറഞ്ഞ്. അത് തമിഴിലെ നടൻ രഘുവരൻ സാറ് മലയാളത്തിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു ഫിലിമായിരുന്നു. അതില് സുകുമാരൻ സാറിന്റെ മകനായിട്ടായിരുന്നു എൻ്റെ റോള്. അങ്ങനെ ആ ഫിലിം കഴിഞ്ഞിട്ട് ഫാസിൽ സാറിന്റെ ഈ പപ്പേഴ്സൺ അപ്പൂസിന്റെ പ്രൊജക്ട് വരുന്നത് അങ്ങനെ. അപ്പൊ എൻ്റെ അങ്കിളാണ് കൊച്ചിൻ ഹനീഫ. അപ്പോൾ ഫാസിൽ സാർ ഇങ്ങനെ അങ്കിളായിട്ട് കൺസൾട്ട് ചെയ്യണ്ടായി, ഇങ്ങനെ ഒരു ഫിലിമുണ്ട്, അതിലൊരു ബാലതാരത്തിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു, അങ്ങനെ അങ്കിളായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പൊ അങ്കിൾ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഈ ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ അങ്കിളോട് പറഞ്ഞു താല്പര്യമുണ്ട്. അങ്ങനെ ആലപ്പുഴയിലായിരുന്നു സെറ്റ്. അപ്പോൾ ഫാസിൽ സാറിന്റെ സെറ്റിലേക്ക് ഞാനും അങ്കിളും കൂടി പോയി. അവിടെ ചെന്നപ്പോൾ മമ്മൂക്കയായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു ആദ്യം. മമ്മൂക്ക എന്നെ തല്ലുന്നൊരു സീനായിരുന്നു ആദ്യം. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഒരു സീൻ. അതിൽ മമ്മൂക്ക എന്നെ എടുത്ത് തല്ലി ഞാൻ കരഞ്ഞ് പിണങ്ങി പോകുന്നൊരു സീനായിരുന്നു. ഫാസിൽ സാർ അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഷോട്ട് ഉണ്ട്, അത് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ മോനിക്ക് പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഷോട്ട് എടുത്തു. ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി. ഫാസിൽ സാറിന് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഫിലിമിലേക്ക് എന്നെ സെലക്ട് ചെയ്യാനുണ്ടായി. അങ്ങനെയാണ് ബാദുഷ അപ്പൂസായി. ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട, പോ വന്ന് കഴിക്കാനാ പറഞ്ഞത്. നിന്നോടൊന്ന് കഴിക്കാനാ പറഞ്ഞത്. പറഞ്ഞ കേക്കില്ലടാ, നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം. അപ്പോ നിന്നോട് കഴിക്കാനാ പറഞ്ഞത്. കഴിക്കാൻ അയ്യോ മൊത്തത്തെ നമ്മുടെ ബാദുഷ ഉണ്ടല്ലോ, ഈ അപ്പൂസ്, നമ്മുടെ അപ്പൂസ് കൊച്ചിലെ മുതിർന്നവരോടൊക്കെ ഭയങ്കര ബഹുമാനമുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ഒരു
സീൻ ശങ്കരാടിയുടെ അടുത്ത് ശങ്കരാടി എന്തോ ചീത്ത പറയുന്ന സമയത്ത് ഉടുത്തിരുന്ന ടവലൂരി ഇങ്ങനെ കാണിച്ച് ഡാൻസ് ചെയ്ത് കളിയാക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും രസകരമായ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ നമ്മുടെ ഈ ബാദുഷ അഭിനയിക്കില്ല. കാരണം വേറൊന്നുമില്ല, മുതിർന്നവരോട് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ഒരു അപമാനിക്കുന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല പക്വതയുള്ള, ചെറുപ്പത്തിൽ ഭയങ്കര പക്വതയുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ഈ ബാദുഷ എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടപ്പോ എനിക്ക് അതിനകത്ത് എന്തോ അത്ര എന്തോ ഒരു ശരിയല്ലാത്ത പോലെ തോന്നി. എന്താണ് എന്റെ അവസ്ഥ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ആക്ച്വലി ഞാൻ വാശി കാണിച്ചത് ബഹുമാനം കൊണ്ടൊന്നുമല്ല. ഞാൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇത്ര ആളുകൾ നിൽക്കുന്നു, അവരുടെ മുമ്പിൽ തുണിയൂരി കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ആരായാലും സ്വാഭാവികങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. പിന്നെ എനിക്കറിയില്ല, എന്നെ കുറിച്ച് കേട്ടേക്കുന്ന ഞാൻ ഒരു വളരെ വാശിയുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഷോട്ട് തുടങ്ങാൻ നേരത്ത് എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ ഷോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ആര് വിളിച്ചാലും വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഫാസിൽ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ രാവിലെ എന്തെങ്കിലും പറഞ്ഞ്, ഇപ്പൊ വീട്ടില് ഫാദറാണ് എന്റെ ഒപ്പം വരാറ് ഷൂട്ടിങ്ങിന്. ഫാദർ വന്ന് ഫാദറായിട്ട് എന്തെങ്കിലും പറഞ്ഞ് തല്ലുപിടിച്ച് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങില്ല, റൂമിൽ തന്നെ ഇരിക്കും. അപ്പൊ ഫാസിൽ സാറല്ല, ആരും ഒന്ന് വിളിക്കുമ്പോഴും ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളമാണ്. അപ്പൊ ഫാസിൽ സാർ റൂമിൽ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ ഇട്ടൊക്കെ വന്ന് കുറെ തമാശയൊക്കെ പറഞ്ഞ് എന്നെ ഒരു നല്ല പ്ലസന്റ് മൂഡാക്കിയിട്ടാണ് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുവരാറ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നടക്കാറ്. എന്റെ അടുത്ത് കോച്ചിയൊന്നും കാണിക്കണ്ട. ആ മുളക് ചെത്തി ഞാൻ ഉപ്പിലിട്ടും പറഞ്ഞേക്കാം.